2025 പ്രഭാത മുരളി ബാബ്ദാദ മധുബൻ. ബാബ പറയുന്നു, മധുരമായ കുട്ടികളെ, ഈ പരിധിയില്ലാത്ത നാടകത്തിൽ നിങ്ങൾ വണ്ടർഫുൾ ആക്ടറാണ്. ഇത് അനാദിയായ നാടകമാണ്. ഇതിൽ യാതൊരു മാറ്റവും ഉണ്ടാവുക സാധ്യമല്ല. ചോദ്യം: ബുദ്ധിശാലിയും ദീർഘദർശിയുമായ കുട്ടികൾക്കാണ് ഏതൊരു ഗുഹ്യരഹസ്യം മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്? ഉത്തരം: മൂലവതനം മുതൽ മുഴുവൻ ഡ്രാമയുടെയും ആദി മധ്യ അന്ത്യത്തിൻ്റെ ഗുഹ്യരഹസ്യം ദീർഘദർശികളായ കുട്ടികൾക്ക് തന്നെയാണ് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. ബീജത്തിൻ്റെയും വൃക്ഷത്തിൻ്റെയും മുഴുവൻ ജ്ഞാനവും അവരുടെ ബുദ്ധിയിൽ ഉണ്ടായിരിക്കുന്നു. അവർക്കറിയാം, ഈ പരിധിയില്ലാത്ത നാടകത്തിൽ ഈ വസ്ത്രമണിഞ്ഞ പാട്ട് അഭിനയിച്ചു കൊണ്ടിരിക്കുന്ന ആത്മാവാകുന്ന ആക്ടറിന് സത്യയുഗം മുതൽ കലിയുഗം വരെയും പാട്ട് അഭിനയിക്കണം. ഒരു ആക്ടറിനും ഇടയിൽ വച്ച് തിരിച്ചു പോകുവാൻ സാധിക്കില്ല. ഗീതം: നീ രാത്രി ഉറങ്ങി പാഴാക്കി, പകൽ ഭക്ഷിച്ചു പാഴാക്കി. ഓം ശാന്തി. ഈ ഗീതം കുട്ടികൾ കേട്ടു. ഇപ്പോൾ ഇതിൽ ചില വാക്കുകൾ റൈറ്റ് ആയതുമുണ്ട്, റോങ്ങുമുണ്ട്. സുഖത്തിലാണ് സ്മരിക്കപ്പെടുന്നത്. ദുഃഖത്തിനും തീർച്ചയായും വരണം. ദുഃഖം ഉണ്ടാകുമ്പോഴാണ് സുഖം നൽകുന്നതിന് വേണ്ടി ബാബയ്ക്ക് വരേണ്ടി വരുന്നത്. മധുരമധുരമായ കുട്ടികൾക്കറിയാം, ഇപ്പോൾ നമ്മൾ സുഖധാമത്തിന് വേണ്ടി പഠിച്ചുകൊണ്ടിരിക്കുന്നു. ശാന്തിധാമവും സുഖധാമവും ഉണ്ട്. ആദ്യം മുക്തി, പിന്നെയാണ് ജീവൻ മുക്തി. ശാന്തിധാമം വീടാണ്. അവിടെ പാർട്ട് അഭിനയിക്കുന്നില്ല. ആക്ടേഴ്സ് വീട്ടിലേക്ക് മടങ്ങിപ്പോകുന്നു. അവിടെ യാതൊരു പാർട്ടും അഭിനയിക്കുന്നില്ല. പാർട്ട് അഭിനയിക്കുന്നത് സ്റ്റേജിലാണ്. ഇതും സ്റ്റേജാണ്. പരിധിയുള്ള നാടകം ഉണ്ടായിരിക്കുന്നത് പോലെ ഇത് പരിധിയില്ലാത്ത നാടകമാണ്. ഇതിൻ്റെ ആദി മധ്യ അന്ത്യത്തിൻ്റെ രഹസ്യം ബാബയ്ക്കല്ലാതെ മറ്റാർക്കും മനസ്സിലാക്കിച്ചു തരുവാൻ സാധിക്കില്ല. വാസ്തവത്തിൽ ഈ യാത്ര അഥവാ യുദ്ധം എന്ന വാക്ക് കേവലം മനസ്സിലാക്കിച്ചു തരുന്നതിന് വേണ്ടിയാണ് ഉപയോഗിക്കുന്നത്. ബാക്കി ഇതിൽ യുദ്ധമോ മറ്റോ ഇല്ല. യാത്രയും ഒരു വാക്കുണ്ട്, എന്നാൽ അത് ഓർമ്മയാണ്. ഓർമ്മിച്ച് പാവനമായി മാറും. ഈ യാത്ര പൂർത്തിയാകുന്നതും ഇവിടെ തന്നെയായിരിക്കും. എവിടെയും പോകേണ്ടതില്ല. കുട്ടികൾക്ക് മനസ്സിലാക്കിച്ചു തരുന്നു, പാവനമായി തൻ്റെ വീട്ടിലേക്ക് പോകണം. അപവിത്രമായവർക്ക് പോകുവാൻ സാധിക്കില്ല. സ്വയം ആത്മാവാണ് എന്ന് മനസ്സിലാക്കണം. ആത്മാവായ എന്നിൽ മുഴുവൻ ചക്രത്തിൻ്റെയും പാർട്ടുണ്ട്. ഇപ്പോൾ ആ പാർട്ട് പൂർത്തിയായിരിക്കുന്നു. ബാബ വളരെ സഹജമായ നിർദ്ദേശം നൽകുന്നു, എന്നെ ഓർമ്മിക്കൂ. പിന്നെ ഇരിക്കുന്നത് ഇവിടെ തന്നെയാണ്, എവിടെയും പോകുന്നില്ല. ബാബ വന്ന് പറയുന്നു, എന്നെ ഓർമ്മിക്കൂ, എങ്കിൽ നിങ്ങൾ പാവനമായി മാറും. യുദ്ധം എന്നൊന്നില്ല. സ്വയം തമോ പ്രധാനത്തിൽ നിന്നും തമോ പ്രധാനമാക്കണം. മായയുടെ മേൽ ജയം നേടണം. കുട്ടികൾക്കറിയാം, 84ന്റെ ചക്രം പൂർത്തിയാകണം. ഭാരതം സദോ പ്രധാനമായിരുന്നു. അതിൽ തീർച്ചയായും മനുഷ്യർ തന്നെയാണ് ഉണ്ടായിരിക്കുക. ഭൂമി മാറുകയില്ല. ഇപ്പോൾ നിങ്ങൾ അറിയുന്നുണ്ട്, നമ്മൾ സദോ പ്രധാനമായിരുന്നു, പിന്നെ തമോ പ്രധാനമായി. ഇപ്പോൾ വീണ്ടും സദോ പ്രധാനം ആകേണ്ടതുണ്ട്. മനുഷ്യർ വിളിക്കുന്നുമുണ്ട്, വന്ന് നമ്മളെ പതീതത്തിൽ നിന്നും പാവനമാക്കി മാറ്റൂ. പക്ഷേ ആ ഒന്ന് ആരാണ്? എങ്ങനെ വരും? ഒന്നും തന്നെ അറിയുന്നില്ല. ഇപ്പോൾ ബാബ നിങ്ങളെ വിവേകശാലികളാക്കി മാറ്റി. എത്ര ഉയർന്ന പദവിയാണ് നിങ്ങൾ നേടുന്നത്. അവിടെയുള്ള ദരിദ്രർ പോലും ഇവിടെയുള്ള ധനികരേക്കാൾ വളരെ ഉയർന്നവരാണ്. എത്ര വലിയ വലിയ രാജാക്കന്മാരുണ്ടായിരുന്നു, ധനവും ധാരാളം ഉണ്ടായിരുന്നു. പക്ഷേ വികാരിയാണല്ലോ. ഇവരേക്കാൾ അവിടെയുള്ള സാധാരണ പ്രജ പോലും വളരെ ഉയർന്നതാകുന്നു. ബാബ വ്യത്യാസം പറഞ്ഞു തരുന്നു. രാവണന്റെ നിഴൽ വരുന്നതിലൂടെ പതീതരായി മാറുന്നു.
നിർവികാരി ദേവതമാരുടെ മുന്നിൽ സ്വയം പതീതമാണ് എന്ന് പറഞ്ഞ് ശിരസ് കുനിക്കുന്നു. ബാബ ഇവിടെ വരുമ്പോൾ ഉടനടി മുകളിലേക്ക് ഉയർത്തുന്നു. സെക്കൻഡിൻ്റെ കാര്യമാണ്. ഇപ്പോൾ ബാബ ജ്ഞാനത്തിൻ്റെ മൂന്നാമത്തെ നേത്രം നൽകിയിരിക്കുന്നു. കുട്ടികളായ നിങ്ങൾ ദീർഘദർശികളാകുന്നു. മുകളിൽ മൂലവതനം മുതൽ മുഴുവൻ ഡ്രാമയുടെയും ചക്രം നിങ്ങളുടെ ബുദ്ധിയിൽ ഓർമ്മയുണ്ട്. പരിധിയുള്ള ഡ്രാമ കണ്ട ശേഷം പിന്നെ വന്ന് കേൾപ്പിക്കാറില്ലേ എന്തെല്ലാം കണ്ടു എന്ന്? അതേപോലെ ബുദ്ധിയിൽ നിറഞ്ഞിരിക്കുകയാണ്, അത് വർണ്ണിക്കുന്നു. ആത്മാവിൽ നിറച്ചു കൊണ്ടുവരുന്നു, പിന്നെ വന്ന് ഡെലിവറി ചെയ്യുന്നു. ഇത് പിന്നെ പരിധിയില്ലാത്ത കാര്യങ്ങളാണ്. കുട്ടികളായ നിങ്ങളുടെ ബുദ്ധിയിൽ ഈ പരിധിയില്ലാത്ത ഡ്രാമയുടെ ആദി മധ്യ അന്ത്യത്തിൻ്റെ രഹസ്യം ഉണ്ടായിരിക്കേണ്ടതാണ്. അത് റിപ്പീറ്റ് ആയിക്കൊണ്ടിരിക്കുന്നു. ആ പരിധിയുള്ള നാടകത്തിലാണെങ്കിൽ ഒരു ആക്ടർ മാറിപ്പോവുകയാണെങ്കിൽ പിന്നെ പകരമായി മറ്റൊരാൾക്ക് വരാൻ സാധിക്കും. ആരെങ്കിലും അസുഖം ബാധിച്ചുവെങ്കിൽ അവർക്ക് പകരം മറ്റൊരാളെ ആഡ് ചെയ്യും. ഇതാകട്ടെ ചൈതന്യ ഡ്രാമയാണ്. ഇതിൽ അല്പം പോലും മാറ്റങ്ങൾ ഉണ്ടാവുക സാധ്യമല്ല. കുട്ടികളായ നിങ്ങൾക്കറിയാം, നമ്മൾ ആത്മാവാണ്. ഇത് ശരീരമാകുന്ന വസ്ത്രമാണ്. അത് അണിഞ്ഞാൽ നമ്മൾ ബഹുരൂപി പാർട്ട് അഭിനയിക്കുന്നു. നാമം, രൂപം, ദേശം, ഫീച്ചേഴ്സ് മാറിക്കൊണ്ടിരിക്കുന്നു. ആക്ടേഴ്സിന് തൻ്റെ ആക്ടിനെ കുറിച്ച് അറിയാമായിരിക്കുമല്ലോ. ബാബക്കുട്ടികൾക്ക് ഈ ചക്രത്തിൻ്റെ രഹസ്യം മനസ്സിലാക്കിച്ചു തന്നുകൊണ്ടിരിക്കുന്നു. സത്യയുഗം മുതൽ കലിയുഗം വരെയും വരുന്നു, പിന്നെ പോകുന്നു, വീണ്ടും പുതിയതായി വന്ന് പാർട്ട് അഭിനയിക്കുന്നു. ഇതിൻ്റെ ഡീറ്റെയിൽ മനസ്സിലാക്കിക്കുന്നതിൽ സമയമെടുക്കുന്നു. ബീജത്തിൽ നോളജ് ഉണ്ട്, എങ്കിലും മനസ്സിലാക്കിച്ചു കൊടുക്കുന്നതിൽ സമയമെടുക്കുന്നുവല്ലോ. നിങ്ങളുടെ ബുദ്ധിയിൽ മുഴുവൻ ബീജത്തിൻ്റെയും വൃക്ഷത്തിൻ്റെയും രഹസ്യമുണ്ട്. അതും ആരാണോ നല്ല ബുദ്ധിമാന്മാർ അവർ മനസ്സിലാക്കുന്നു. ഇതിൻ്റെ ബീജം മുകളിലാണ്. ഇതിൻ്റെ ഉത്പത്തിയും പാലനയും സംഹാരവും എങ്ങനെയാണ് ഉണ്ടാകുന്നത്? അതിനാൽ ത്രിമൂർത്തിയെയും കാണിച്ചിരിക്കുന്നു. ബാബ നൽകുന്ന ഈ വിശദീകരണം മറ്റൊരു മനുഷ്യനും നൽകുവാൻ സാധിക്കില്ല. ഇവിടെ വരുമ്പോഴാണ് അറിയുവാൻ കഴിയുന്നത്. അതിനാൽ നിങ്ങൾ എല്ലാവരോടും പറയുന്നു, ഇവിടെ വന്ന് മനസ്സിലാക്കൂ. ചിലർ വളരെയധികം നിർബന്ധ ബുദ്ധിയായിരിക്കുന്നു. നമുക്ക് ഒന്നും കേൾക്കണ്ട എന്ന് പറയുന്നു. ചിലരാണെങ്കിൽ പിന്നെ കേൾക്കുന്നുമുണ്ട്. ചിലർ ലിറ്ററേച്ചർ വാങ്ങുന്നു, ചിലർ വാങ്ങുന്നില്ല. നിങ്ങളുടെ ബുദ്ധി ഇപ്പോൾ എത്ര വിശാലവും ദീർഘദർശിയുമായി കഴിഞ്ഞു. 3 ലോകങ്ങളെയും നിങ്ങൾ അറിയുന്നു. മൂലവതനത്തെ നിരാകാരി ലോകം എന്ന് പറയുന്നു. ബാക്കി സൂക്ഷ്മവതനത്തിൻ്റേത് ഒന്നും തന്നെയില്ല. കണക്ഷൻ മുഴുവനും മൂലവതനവും സ്ഥൂലവതനവുമായിട്ടാണ്. ബാക്കി സൂക്ഷ്മവതനമാകട്ടെ അല്പസമയത്തേക്ക് വേണ്ടിയാണ്. ബാക്കി ആത്മാക്കളെല്ലാവരും മുകളിൽ നിന്നും ഇവിടെ വരുന്നു പാർട്ട് അഭിനയിക്കുവാൻ. എല്ലാ ധർമ്മങ്ങളുടെയും ഈ വൃക്ഷം നമ്പർ 1 ഇതാണ് മനുഷ്യരുടെ വൃക്ഷം. തീർത്തും ആക്യുറേറ്റ് ആണ്. അല്പം പോലും മുന്നോട്ടോ പിന്നോട്ടോ ആവുക സാധ്യമല്ല. ആത്മാക്കൾക്ക് മറ്റൊരിടത്തും ഇരിക്കുവാനും സാധിക്കില്ല. ആത്മാക്കൾ ബ്രഹ്മ മഹത്തത്വത്തിൽ നിലകൊള്ളുന്നു. ഏതുപോലെ നക്ഷത്രങ്ങൾ ആകാശത്ത് നിലകൊള്ളുന്നത് പോലെ. ഈ നക്ഷത്രങ്ങളാകട്ടെ ദൂരെ നിന്നും ചെറുതായാണ് കാണപ്പെടുന്നത്, വാസ്തവത്തിൽ വലുതാണ്. എന്നാൽ ആത്മാവാണെങ്കിൽ ചെറുതോ വലുതോ ആകുന്നില്ല, വിനാശമാകുന്നതുമില്ല. നിങ്ങൾ ഗോൾഡൻ ഏജിലേക്ക് പോകുന്നു, പിന്നെ അയൺ ഏജിലേക്ക് വരുന്നു. കുട്ടികൾക്കറിയാം, നമ്മൾ ഗോൾഡൻ ഏജിലായിരുന്നു, ഇപ്പോൾ അയൺ ഏജിൽ വന്നിരിക്കുന്നു. ഒരു മൂല്യവും അവശേഷിക്കുന്നില്ല. മായയുടെ തിളക്കം എത്ര തന്നെ ഉണ്ടായിരുന്നാലും ഇത് രാവണൻ്റെ ഗോൾഡൻ ഏജാണ്. അതാണ് ഈശ്വരീയ ഗോൾഡൻ ഏജ്. മനുഷ്യർ പറഞ്ഞുകൊണ്ടിരിക്കുന്നു, 6-7 വർഷങ്ങൾക്കുള്ളിൽ ഇത്രയും ധാന്യങ്ങൾ ഉണ്ടാകും. ആ കാര്യം ചോദിക്കുകയേ വേണ്ട. നോക്കൂ, അവരുടെ പ്ലാൻ എന്താണ്? കുട്ടികളായ നിങ്ങളുടെ പ്ലാൻ എന്താണ്?
ബാബ പറയുന്നു, എൻ്റെ പ്ലാനാണ് പഴയതിനെ പുതിയതാക്കുക എന്നത്. നിങ്ങളുടേത് ഒരേ ഒരു പ്ലാനാണ്. അറിയുന്നു, ബാബയുടെ ശ്രീമത്തിലൂടെ നമ്മൾ നമ്മുടെ സമ്പത്ത് എടുത്തുകൊണ്ടിരിക്കുന്നു. ബാബ വഴി പറഞ്ഞു തരുന്നു, ശ്രീമത്ത് നൽകുന്നു, ഓർമ്മയിലിരിക്കുന്നതിനുള്ള മതം നൽകുന്നു. മതം എന്ന വാക്ക് ഉണ്ടല്ലോ, സംസ്കൃത വാക്ക് ബാബ പറയുന്നില്ല. ബാബ ഹിന്ദിയിൽ തന്നെയാണ് മനസ്സിലാക്കിച്ചു തന്നുകൊണ്ടിരിക്കുന്നത്. ഭാഷകൾ അനേകമുണ്ടല്ലോ, ഇൻ്റർപ്രിറ്റേഴ്സുമുണ്ട്. അവർ കേട്ട ശേഷം പിന്നെ കേൾപ്പിക്കുന്നു. ഹിന്ദിയും ഇംഗ്ലീഷും വളരെ പേർ അറിയുന്നു, പഠിക്കുന്നുണ്ട്. ബാക്കി വീട്ടിലിരിക്കുന്ന മാതാക്കൾ ഇത്രയും പഠിക്കുന്നില്ല. ഇക്കാലത്ത് വിദേശങ്ങളിൽ പോയി ഇംഗ്ലീഷ് പഠിക്കുമ്പോൾ പിന്നെ ഇവിടെ വരുമ്പോഴും ഇംഗ്ലീഷായിരിക്കും സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. ഹിന്ദി സംസാരിക്കാനേ സാധിക്കുന്നില്ല. വീട്ടിൽ വരുമ്പോൾ അമ്മയോടും ഇംഗ്ലീഷിൽ സംസാരിക്കുവാൻ തുടങ്ങുന്നു. അവർ പാവം കുഴങ്ങി പോകുന്നു. ഇംഗ്ലീഷിലുള്ളത് ഞാൻ എങ്ങനെ അറിയുവാനാണ്? പിന്നെ അവർക്ക് മുറി ഹിന്ദി പഠിക്കേണ്ടി വരും. സത്യയുഗത്തിലാണെങ്കിൽ ഒരു രാജ്യം ഒരു ഭാഷ ആയിരുന്നു. അത് ഇപ്പോൾ വീണ്ടും സ്ഥാപനമായിക്കൊണ്ടിരിക്കുന്നു. ഓരോ 5000 വർഷത്തിനു ശേഷവും ഈ സൃഷ്ടിയുടെ ചക്രം എങ്ങനെ തിരിയുന്നു എന്നതും ബുദ്ധിയിൽ ഉണ്ടായിരിക്കേണ്ടത് ആവശ്യമാണ്. ഇപ്പോൾ ഒരു ബാബയുടെ മാത്രം ഓർമ്മയിലിരിക്കണം. ഇവിടെ നിങ്ങൾക്ക് ഒഴിവു സമയം നല്ല രീതിയിൽ ഉണ്ടായിരിക്കുന്നു. രാവിലെ സ്നാനവും മറ്റും ചെയ്ത് പുറത്ത് ചുറ്റി സഞ്ചരിക്കുന്നതിൽ വളരെയധികം രസമുണ്ടാകുന്നു. ഉള്ളിൽ ഈ ഓർമ്മ ഉണ്ടായിരിക്കട്ടെ, നമ്മളെല്ലാവരും ആക്ടേഴ്സാണ്. ഈ സ്മൃതിയും ഇപ്പോൾ വന്നിരിക്കുന്നു. ബാബ നമുക്ക് 84ന്റെ ചക്രത്തിൻ്റെ രഹസ്യം പറഞ്ഞു തന്നു. നമ്മൾ സദോ പ്രധാനമായിരുന്നു. ഇത് വളരെ സന്തോഷത്തിൻ്റെ കാര്യമാണ്. മനുഷ്യർ ചുറ്റി സഞ്ചരിക്കുന്നു, അവർക്ക് ഒരു സമ്പാദ്യവുമില്ല. നിങ്ങളാകട്ടെ വളരെയധികം സമ്പാദിക്കുന്നു. ബുദ്ധിയിൽ ചക്രത്തിൻ്റെയും ഓർമ്മയുണ്ടായിരിക്കണം. പിന്നെ ബാബയെയും ഓർത്തുകൊണ്ടേയിരിക്കൂ. സമ്പാദിക്കുവാനുള്ള വളരെ നല്ല നല്ല യുക്തികൾ ബാബ പറഞ്ഞു തരുന്നു. ഏതു കുട്ടികളാണോ ജ്ഞാനത്തിൻ്റെ വിചാരസാഗര മഥനം ചെയ്യാത്തത്, അവരുടെ ബുദ്ധിയിൽ മായ അസ്വസ്ഥത ഉണ്ടാക്കുന്നു. അവരെ തന്നെയാണ് മായ ശല്യം ചെയ്യുന്നത്. ഉള്ളിൽ ഇത് ചിന്തിക്കൂ, നമ്മൾ ഈ ചക്രം എങ്ങനെയാണ് കറങ്ങിയത്? സത്യയുഗത്തിൽ ഇത്ര ജന്മമെടുത്തു, പിന്നെ താഴേക്ക് ഇറങ്ങി വന്നു. ഇപ്പോൾ വീണ്ടും സദോ പ്രധാനമാകണം. ബാബ പറഞ്ഞിട്ടുണ്ട്, എന്നെ ഓർമ്മിക്കൂ, എങ്കിൽ സദോ പ്രധാനമായി മാറും. നടക്കുമ്പോഴും ചുറ്റി സഞ്ചരിക്കുമ്പോഴും ബുദ്ധിയിൽ ഓർമ്മയുണ്ടായിരിക്കട്ടെ, എങ്കിൽ മായയുടെ അസ്വസ്ഥതകൾ സമാപ്തമാകും. നിങ്ങളുടെ വളരെയധികം നേട്ടമുണ്ടാകും. സ്ത്രീ പുരുഷന്മാർ ഒരുമിച്ച് പോകുന്നു. ഓരോരുത്തർക്കും സ്വയം പ്രയത്നിക്കേണ്ടതുണ്ട് ഉയർന്ന പദവി നേടുവാൻ. ഒറ്റയ്ക്കാണ് പോകുന്നതെങ്കിൽ വളരെയധികം രസമുണ്ടായിരിക്കും. തൻ്റെ തന്നെ ഈണത്തിലിരിക്കും. രണ്ടാമതൊരാൾ കൂടെ ഉണ്ടായിരിക്കുകയാണെങ്കിൽ ബുദ്ധി അവിടെയും ഇവിടെയും പോകും. വളരെ സഹജമാണ്. പൂന്തോട്ടവും മറ്റും എല്ലാ സ്ഥാനത്തുമുണ്ട്. എഞ്ചിനീയർ ആണെങ്കിൽ അവർക്ക് ഈ ചിന്ത നടന്നുകൊണ്ടിരിക്കും, ഇവിടെ പാലം നിർമ്മിക്കണം, ഇങ്ങനെയെല്ലാം ചെയ്യണം എന്ന്. ബുദ്ധിയിൽ പ്ലാൻ വന്നുകൊണ്ടിരിക്കുന്നു. നിങ്ങളും വീട്ടിലിരുന്നുകൊള്ളൂ, എങ്കിലും ബുദ്ധി ആ ഭാഗത്ത് ചേർന്നിരിക്കണം. ഈ ശീലം വയ്ക്കൂ, എങ്കിൽ നിങ്ങളുടെ ഉള്ളിൽ ഈ ചിന്തനം നടന്നുകൊണ്ടിരിക്കും. പഠിക്കുകയും വേണം, തൊഴിലും മറ്റും ചെയ്യുകയും വേണം. വൃദ്ധർ, യുവാക്കൾ, കുട്ടികൾ തുടങ്ങി എല്ലാവർക്കും പാവനമാകണം. ആത്മാവിന് അവകാശമുണ്ട് ബാബയിൽ നിന്നും സമ്പത്തെടുക്കാൻ. കുട്ടികൾക്കും ശൈശവത്തിലെ തന്നെ ഈ ബീജം വീണുവെങ്കിൽ വളരെ നല്ലത്. ആധ്യാത്മിക വിദ്യ മറ്റാർക്കും പഠിപ്പിക്കുവാൻ സാധിക്കില്ല. നിങ്ങളുടെ ഈ ആധ്യാത്മിക വിദ്യ നിങ്ങളെ ബാബ തന്നെയാണ് വന്ന് പഠിപ്പിക്കുന്നത്. ആ സ്കൂളുകളിൽ ലഭിക്കുന്നത് ഭൗതിക വിദ്യയാണ്, അത് ശാസ്ത്രങ്ങളുടെ വിദ്യയാണ്. ഇത് പിന്നെ ആത്മീയ വിദ്യയാണ്, അത് നിങ്ങളെ ഭഗവാനാണ് പഠിപ്പിക്കുന്നത്. ഇതിനെക്കുറിച്ച് ആർക്കും അറിയില്ല.
ഇതിനെ പറയുന്നത് തന്നെ സ്പിരിച്വൽ നോളജ് എന്നാണ്. അത് ആത്മാവ് വന്ന് പഠിപ്പിക്കുന്നു. ഇതിന് മറ്റൊരു പേര് വയ്ക്കുവാൻ സാധിക്കില്ല. ഇത് സ്വയം ബാബയാണ് വന്ന് പഠിപ്പിക്കുന്നത്. ഭഗവാൻ ഉവാച ആണല്ലോ. ഭഗവാൻ ഒരു പ്രാവശ്യം ഈ സമയം വന്ന് മനസ്സിലാക്കിച്ചു തരുന്നു. ഇതിനെ ആത്മീയ നോളജ് എന്ന് പറയുന്നു. ആ ശാസ്ത്രങ്ങളുടെ വിദ്യ വേറെയാണ്. നിങ്ങൾക്കറിയാം, നോളജ് ഒന്നാണ് ഭൗതിക കോളേജിലും മറ്റുമുള്ളത്. രണ്ടാമത്തേതാണ് ആധ്യാത്മിക ശാസ്ത്രങ്ങളുടെ വിദ്യ. മൂന്നാമത്തേതാണ് ഈ ആത്മീയ നോളജ്. അവർ എത്ര തന്നെ ഡോക്ടർ ഓഫ് ഫിലോസഫി ആയിരുന്നാലും അവരുടെ അടുക്കലും ശാസ്ത്രങ്ങളുടെ കാര്യങ്ങളാണുള്ളത്. നിങ്ങളുടെ ഈ നോളജ് തികച്ചും വ്യത്യസ്തമാണ്. ഈ സ്പിരിച്വൽ നോളജ് സർവ ആത്മാക്കളുടെയും പിതാവായ സ്പിരിച്വൽ ഫാദറാണ് പഠിപ്പിക്കുന്നത്. ആ ഒന്നിൻ്റെ മഹിമയാണ് ശാന്തിയുടെയും സുഖത്തിൻ്റെയും സാഗരം എന്ന്. കൃഷ്ണന്റെ മഹിമ തികച്ചും വ്യത്യസ്തമാണ്. ഗുണ അവഗുണങ്ങൾ മനുഷ്യരിൽ ഉണ്ടായിരിക്കുന്നു, അത് പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ബാബയുടെ മഹിമയും യഥാർത്ഥ രീതിയിൽ നിങ്ങളാണ് അറിയുന്നത്. അവർ കേവലം തത്തയെപ്പോലെ പാടുന്നു, അർത്ഥമൊന്നും അറിയുന്നില്ല. അതിനാൽ കുട്ടികൾക്ക് ബാബ നിർദ്ദേശം നൽകുന്നു, തൻ്റെ ഉന്നതി എങ്ങനെ ചെയ്യണം എന്നതിൻ്റെ. പുരുഷാർത്ഥം ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ പിന്നെ പക്വമായിക്കൊണ്ടിരിക്കും. പിന്നീട് ഓഫീസിലെ കാര്യങ്ങൾ ചെയ്യുന്ന സമയത്തും ഈ സ്മൃതി വരും. ഈശ്വരൻ്റെ സ്മൃതി നിലനിൽക്കും. മായയുടെ സ്മൃതിയാണെങ്കിൽ പകുതി കൽപ്പം തുടർന്നു. ഇപ്പോൾ ബാബ യഥാർത്ഥ രീതിയിൽ ഇരുന്ന് മനസ്സിലാക്കിച്ചു തരുന്നു. സ്വയം നോക്കൂ, നമ്മൾ എന്തായിരുന്നു, ഇപ്പോൾ എന്തായിരിക്കുന്നു. വീണ്ടും നമ്മളെ ബാബ ഇങ്ങനെയുള്ള ദേവതമാരാക്കി മാറ്റുന്നു. ഇതും കുട്ടികളായ നിങ്ങൾ തന്നെയാണ് നമ്പർ വാർ പുരുഷാർത്ഥമനുസരിച്ച് അറിയുന്നത്. ആദ്യം ഭാരതം മാത്രമാണ് ഉണ്ടായിരുന്നത്. ഭാരതത്തിൽ തന്നെയാണ് ബാബയും വരുന്നത് പാട്ടഭിനയിക്കുവാൻ. നിങ്ങളും ആദി സനാതന ദേവീ ദേവതാ ധർമ്മത്തിലേതാണല്ലോ. നിങ്ങൾക്ക് പവിത്രമാകണം. ഇല്ലെങ്കിൽ അവസാനമായിരിക്കും വരുന്നത്. പിന്നെ എന്ത് സുഖമായിരിക്കും നേടുന്നത്? ഭക്തി ജാസ്തി ചെയ്തിട്ടുണ്ടാകില്ല എങ്കിൽ വരില്ല. ഇവർ ഇത്രയും എടുക്കുന്നവരല്ല എന്ന് മനസ്സിലാക്കുവാൻ കഴിയുന്നുവല്ലോ. വളരെയധികം പ്രയത്നിക്കുന്നു, എന്നിട്ടും വരുന്നത് വിരളം പേരാണ്. എന്നാൽ ക്ഷീണിച്ചു പോകരുത്, പ്രയത്നിക്കണം. പ്രയത്നമില്ലാതെ ഒന്നും ലഭിക്കില്ല. പ്രജകളും തയ്യാറായിക്കൊണ്ടിരിക്കുന്നു. ബാബ കുട്ടികളുടെ ഉന്നതിക്ക് വേണ്ടിയുള്ള യുക്തി പറഞ്ഞു തരുന്നു. കുട്ടികളെ, തൻ്റെ ഉന്നതി ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിരാവിലെ സ്നാനവും മറ്റും ചെയ്ത് ഏകാന്തതയിൽ പോയി ചുറ്റി സഞ്ചരിക്കൂ, അല്ലെങ്കിൽ ഇരിക്കൂ. ആരോഗ്യത്തിന് വേണ്ടി നടത്തവും നല്ലതാണ്. ബാബയും ഓർമ്മ വരും. ഡ്രാമയുടെ രഹസ്യവും ബുദ്ധിയിലുണ്ടായിരിക്കും. എത്ര സമ്പാദ്യമാണ്! ഇതാണ് സത്യമായ സമ്പാദ്യം. ആ സമ്പാദ്യം പൂർത്തിയായി. പിന്നെ ഈ സമ്പാദ്യത്തിൻ്റെ ചിന്തനം നടത്തൂ. ഡിഫിക്കൽട്ടായി ഒന്നും തന്നെയില്ല. ബാബ ഇങ്ങനെ ചെയ്യുന്നതായി കണ്ടിട്ടുണ്ട്. മുഴുവൻ ജീവിത കഥയും എഴുതുന്നു. ഇന്ന് ഇത്ര മണിക്ക് എഴുന്നേറ്റു, പിന്നെ ഇത് ചെയ്തു. മനസ്സിലാക്കുന്നുണ്ട്. പിന്നീട് വരുന്നവർ പഠിച്ച് അഭ്യസിക്കും. വലിയ വലിയ മനുഷ്യരുടെ ബയോഗ്രഫി പഠിക്കാറുണ്ടല്ലോ. കുട്ടികൾക്ക് വേണ്ടി എഴുതുന്നു. പിന്നെ കുട്ടികളും വീട്ടിൽ ഇതേപോലെ നല്ല സ്വഭാവമുള്ളവരാകുന്നു. ഇപ്പോൾ കുട്ടികളായി നിങ്ങൾക്ക് പുരുഷാർത്ഥം ചെയ്ത് സദോ പ്രധാനമാകണം. സദോ പ്രധാന ലോകത്തിൻ്റെ രാജ്യം വീണ്ടും നേടിയെടുക്കണം. നിങ്ങൾക്കറിയാം, കൽപ്പകൽപ്പം നമ്മൾ രാജ്യം നേടുന്നു, പിന്നെ പാഴാക്കുന്നു. നിങ്ങളുടെ ബുദ്ധിയിൽ ഇതെല്ലാം ഉണ്ട്. ഇത് പുതിയ ലോകത്തിനും പുതിയ ധർമ്മത്തിനും വേണ്ടിയുള്ള പുതിയ നോളജാണ്. അതിനാൽ മധുരമധുരമായ കുട്ടികൾക്ക് വീണ്ടും മനസ്സിലാക്കിച്ചു തരുന്നു. വേഗം വേഗം പുരുഷാർത്ഥം ചെയ്യൂ. ശരീരത്തിൻ്റെ മേൽ ഒരു ഉറപ്പുമില്ല.
ഇക്കാലത്ത് മൃത്യു വളരെ ഈസിയായി കഴിഞ്ഞു. അവിടെ അമരലോകത്തിൽ ഇങ്ങനെയുള്ള മൃത്യു ഒരിക്കലും ഉണ്ടാകുന്നില്ല. ഇവിടെയാണെങ്കിൽ ഇരിക്കവേ തന്നെ എങ്ങനെയെല്ലാമാണ് മരിച്ചു പോകുന്നത്. അതിനാൽ തൻ്റെ പുരുഷാർത്ഥം ചെയ്തുകൊണ്ടിരിക്കൂ, ശേഖരിച്ചു കൊണ്ടിരിക്കൂ. ശരി, മധുരമധുരമായ വളരെ കാലം വേർപിരിഞ്ഞ ശേഷം തിരിച്ചു കിട്ടിയ കുട്ടികൾക്ക് മാതാവും പിതാവുമായ ബാബ് ദാദയുടെ സ്നേഹസ്മരണകൾ. ഗുഡ് മോർണിംഗ്. ആത്മീയ അച്ഛൻ്റെ ആത്മീയ കുട്ടികൾക്ക് നമസ്തേ. ധാരണയ്ക്കുള്ള മുഖ്യസാരം: ബുദ്ധിയെ ജ്ഞാനചിന്തനത്തിൽ ബിസിയാക്കി വയ്ക്കുന്നതിൻ്റെ ശീലം ഉണ്ടാക്കണം. എപ്പോഴെല്ലാം സമയം ലഭിക്കുന്നു ഏകാന്തതയിൽ പോയി വിചാരസാഗര മഥനം ചെയ്യണം. ബാബയെ ഓർമ്മിച്ച് സത്യമായ സമ്പാദ്യം ശേഖരിക്കണം. ദീർഘദർശികളായി ഈ പരിധിയില്ലാത്ത നാടകത്തെ യഥാർത്ഥ രീതിയിൽ മനസ്സിലാക്കണം. എല്ലാ പാട്ടുധാരികളുടെയും പാട്ടിനെ സാക്ഷിയായി നോക്കണം. വരദാനം. മധുരതയുടെ വരദാനത്തിലൂടെ സദാ മുന്നോട്ടു പോകുന്ന ശ്രേഷ്ഠ ആത്മാവായി ഭവിക്കട്ടെ. മധുരത ഇങ്ങനെയുള്ള വിശേഷ ധാരണയാണ്. അത് കൈപ്പേറിയ ഭൂമിയെപ്പോലും മധുരമാക്കി മാറ്റുന്നു. ആർക്കും 2 നിമിഷത്തേക്ക് മധുരമായ ദൃഷ്ടി നൽകൂ, മധുരമായ വാക്കുകൾ പറയൂ. എങ്കിൽ ഏതൊരു ആത്മാവിനെയും സദാകാലത്തേക്ക് നിറഞ്ഞതാക്കി മാറ്റും. 2 നിമിഷത്തെ മധുരമായ ദൃഷ്ടിയും വാക്കും ആ ആത്മാവിൻ്റെ സൃഷ്ടിയെ പരിവർത്തനപ്പെടുത്തും. താങ്കളുടെ 2 മധുരമായ വാക്കുപോലും സദാകാലത്തേക്കായി അവരെ പരിവർത്തനപ്പെടുത്തുന്നതിന് നിമിത്തമാകും. അതിനാൽ മധുരതയുടെ വരദാനം സദാ കൂടെ വയ്ക്കണം. സദാ മധുരമായിരിക്കണം, സർവരെയും മധുരമാക്കണം. സ്ലോഗൻ: ഓരോ പരിതസ്ഥിതിയിലും തൃപ്തരായിരിക്കൂ, അപ്പോൾ രഹസ്യയുക്തമായി മാറും. അവ്യക്ത സൂചന: സങ്കല്പങ്ങളുടെ ശക്തി ശേഖരിച്ച് ശ്രേഷ്ഠ സേവനത്തിന് നിമിത്തമാകൂ. എപ്പോഴാണോ എല്ലാ സങ്കല്പവും ശാന്തമാകുന്നത്, ഒരു ബാബയും താങ്കളും മാത്രം എന്ന കൂടിക്കാഴ്ചയുടെ അനുഭൂതിയുടെ സങ്കല്പം ഉണ്ടായിരിക്കുന്നത്, അപ്പോൾ സങ്കല്പശക്തി ശേഖരിക്കപ്പെടുന്നു. യോഗം പവർഫുൾ ആകുന്നു. ഇതിനുവേണ്ടി ഉൾക്കൊള്ളുവാനും വിസ്താരത്തെ ഒതുക്കാനുമുള്ള ശക്തി ധാരണ ചെയ്യൂ. സങ്കല്പങ്ങളുടെ മേൽ ഫുൾ ബ്രേക്ക് വീഴണം. അയഞ്ഞതല്ല, അഥവാ 1 സെക്കൻഡിന് പകരം കൂടുതൽ സമയം എടുക്കുന്നുവെങ്കിൽ ഉൾക്കൊള്ളുവാനുള്ള ശക്തി ദുർബലമാണ്. ഓം ശാന്തി. ബാബ 5000 വർഷത്തിൻ്റെ ഡ്രാമയുടെ വിസ്താരത്തെ സാരരൂപത്തിൽ നൽകി എന്നെ സ്വദർശന ചക്രധാരിയാക്കി. ഈ സർവശ്രേഷ്ഠ സ്വമാനത്തിൽ ഞാൻ സ്ഥിതി ചെയ്യും. മുഴുവൻ ചക്രത്തിലെ വിഭിന്ന പാർട്ടുകളുടെ അറിവ് ബാബ നൽകിയത് ഞാൻ ദിവ്യബുദ്ധിയിലൂടെ ദർശിക്കുകയും അനുഭവിക്കുകയും ചെയ്യുകയാണ്. സൃഷ്ടിയുടെ ആദിയിലെ സ്വർണിമ ദൃശ്യങ്ങൾ, ആ സമയം, ആ രാജ്യം, എൻ്റെ ദേവസ്വരൂപം, സർവസമ്പന്ന ജീവിതം ഞാൻ കാണും. ആ ദേവസ്വരൂപ സ്ഥിതിയിൽ ഞാൻ സ്ഥിതി ചെയ്യുന്നു. പിന്നെ പകുതി കൽപ്പം എൻ്റെ
പൂജനീയ ദേവസ്വരൂപത്തിൻ്റെ സ്മൃതിയിൽ, അതിൻ്റെ സ്വരൂപത്തിൽ ഞാൻ സ്ഥിതി ചെയ്യുന്നു. സൃഷ്ടിയുടെ അന്തിമ കാലമായ പുരുഷോത്തമ സംഗമയുഗത്തിൽ ബാബ എന്നെ പ്രഭു പരിവാരത്തിലേതാക്കി, എന്നെ മാസ്റ്റർ നോളജ്ഫുള്ളാക്കി, സ്വരാജ്യത്തിൻ്റെ തിലകമണിയിച്ചു, വിശ്വമംഗളത്തിൻ്റെ കിരീടധാരിയാക്കി. യോഗി ഭവ പവിത്ര ഭവ എന്ന പ്രഭു വരദാനത്തിലൂടെ എന്നെ സർവ ഈശ്വരീയ പ്രാപ്തികൾക്കും യോഗ്യമാക്കി. എൻ്റെ സങ്കല്പത്തിലും ദൃഷ്ടിയിലും വാക്കിലും ദിവ്യത ധാരണ ചെയ്ത് എനിക്ക് വർത്തമാന ബ്രാഹ്മണ ജീവിതത്തിൽ നിന്നും എൻ്റെ സമ്പൂർണ്ണ സ്ഥിതിയായ ഫരിഷ്ത അവസ്ഥയിൽ എത്തിച്ചേരേണ്ടതുണ്ട്. എൻ്റെ സമ്പൂർണ്ണ പരിസ്ഥാസ്ഥിതി പ്രാപ്തമാക്കിയ ശേഷം എൻ്റെ നിജധാമമായ നിരാകാരി ലോകത്തിൽ നിരാകാര അവസ്ഥയിൽ ഈ കൽപ്പാന്ത്യത്തിൽ എനിക്ക് മടങ്ങിപ്പോകേണ്ടതുണ്ട്. കാലത്തിൻ്റെ ഗതി അനുസരിച്ച് വീണ്ടും സ്വർണിമ ലോകത്തിൻ്റെ പുനഃസൃഷ്ടി ഉണ്ടാകുന്ന ദിവ്യവേളയിൽ ദേവതാ സ്വരൂപത്തിൽ ഞാൻ വീണ്ടും ഈ സൃഷ്ടിയിലേക്ക് ദേവശരീരത്തിൽ അവതരിക്കുന്നു. ഈ സ്വദർശനത്തിൻ്റെ അനുഭവം എന്നെ അനേകം പരിധിയുള്ള ചക്രത്തിൽ നിന്നും സ്വതന്ത്രമാക്കുന്നു. എന്നെ വിഘ്നമുക്തമാക്കുന്നു. ആത്മോന്നതിക്ക് ഹിതകരമല്ലാത്ത സംസ്കാരങ്ങളിൽ നിന്നും എന്നെ മോചിപ്പിക്കുന്നു. ഞാൻ പ്രസന്ന ചിത്തവും സർവ പ്രാപ്തികളുടെയും അധികാരിയുമായി മാറുന്നു. ഈ പുരുഷോത്തമ സംഗമയുഗത്തിൽ എൻ്റെ അലൗകിക പിതാവിൻ്റെയും പാരലൗകിക പിതാവിൻ്റെയും ശ്രേഷ്ഠ പാലന എന്നെ എൻ്റെ സമ്പൂർണ്ണ അവസ്ഥയിലേക്ക് കൊണ്ടുപോകുന്നു. प्रभु की प्राप्ति